ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള 8ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റുകൾ എന്തായാലും അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിനു മുമ്പുള്ള SCERT പാഠഭാഗങ്ങൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ളവർ ലിങ്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വളരെയേറെ ക്വസ്റ്റ്യൻസ് PSC ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് കാപ്പാട് ആണ്. അപ്പോൾ കാപ്യ എന്ന പേരിൽ പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ്? കാപ്പാടിനെയാണ് പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചത്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് എന്താണ്? കലൈക്കുറ്റ് എന്നാണ് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത്. കലൈക്കുറ്റ് എന്നാണ്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാരാണ്? അത് അൽവാരോ വെൻഹോവ് ആണ്. അപ്പോൾ അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ കേരള തീരത്ത് എത്തിച്ചേർന്നത്? 15ാം നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് യൂറോപ്യന്മാർ എവിടെ എത്തിച്ചേർന്നത്? വ്യാപാരത്തിനായി കേരള തീരത്തിൽ എത്തുന്നത്. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികൾ ആരാണ്? അന്നത്തെ കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാരാണ് ആവശ്യപ്പെട്ടത്. അടുത്ത നമ്മൾ പറയുന്നത് കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ചാണ്. കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. അപ്പോൾ കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മരക്കാർ കോട്ടയാണ്. മരക്കാർ കോട്ടയാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് വടകരയ്ക്കടുത്തുള്ള പുതുപ്പണം എന്ന സ്ഥലത്താണ്. അപ്പം മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്താണ് ഈ മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മരക്കാർമാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് സാമൂതിരിയെ സഹായിച്ചത്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ രചിച്ച അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിജയം എന്നാണ് അതിൻ്റെ മലയാളം അർത്ഥം. ഇത് എഴുതിയത് ഖാസി മുഹമ്മദ് ആണ്. അപ്പോൾ ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഏതെന്ന് ചോദിച്ചാൽ ഫത്ഹുൽ മുബീൻ. അതിൻ്റെ മലയാള അർത്ഥം എന്താണ്? വ്യക്തമായ വിജയം എന്നതാണ്. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിനെ പരസ്പരം മത്സരിച്ചത് ആരൊക്കെയായിരുന്നു? അപ്പോൾ പോർച്ചുഗീസുകാർ മാത്രമല്ല, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവരും എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തിൽ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് വേണ്ടി മത്സരിച്ചവരാണ്. അപ്പോൾ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവരാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം. അപ്പോൾ ഈ ഡച്ചുകാരെന്ത് ചെയ്തു? ഡച്ചുകാർ നമ്മുടെ പോർച്ചുഗീസുകാരെ
1663 എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ഡച്ചുകാർ തുരത്തുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? നമ്മുടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കുളച്ചൽ യുദ്ധമാണ്. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഡച്ചുകാരെ തുരത്തുന്നതിന് വേണ്ടി ആരെ സഹായിച്ചത്? നമ്മുടെ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത്. ഏത് യുദ്ധത്തിലാണ്? കുളച്ചൽ യുദ്ധത്തിൽ. ഏത് വർഷം? 1741. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ആരാ? വിജയിച്ചത് കർണാട്ടിക് യുദ്ധത്തിലെ വിജയികൾ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരാണ് എന്ത് ചെയ്തത്? കർണാട്ടിക് യുദ്ധത്തിൽ വിജയിക്കുന്നത്. ഇനി ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? ജസ്റ്റ് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് കുറച്ച് കാര്യം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നുമായിരുന്നില്ല. പക്ഷേ കേരളം പിടിച്ചെടുക്കാമെന്ന് അല്ലെങ്കിൽ മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമാണ് കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീടൊരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് യുദ്ധം കൊണ്ടുണ്ടാക്കിയ ധാർമ്മിക നേട്ടവും. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ സർദാർ KM പണിക്കർ എഴുതിയ കുറച്ച് കാര്യമാണ് ഇവിടെ തന്നിരുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരാണ്? സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയത് എന്നാണ്? 1615. അപ്പോൾ 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തിയതാണ് ആര്? ബ്രിട്ടീഷുകാർ. പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയത് ബ്രിട്ടീഷുകാർ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ്? നമ്മുടെ വിഴിഞ്ഞം, അതുപോലെ തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നീ സ്ഥലങ്ങളിലാണ് പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ആര് നേടിയെടുത്തത്? ഈ ബ്രിട്ടീഷുകാർ നേടിയെടുക്കുന്നത്. ഏതൊക്കെ സ്ഥലത്താണ്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നീ സ്ഥലങ്ങളിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തത് ഏത് സ്ഥലത്താണ്? അഞ്ചുതെങ്ങിലാണ്. അഞ്ചുതെങ്ങിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തത്? ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തത്. അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ എന്ത് ചെയ്തു? ഈ നാട്ടുകാർ ശക്തമായ പ്രതിഷേധമുയർത്തി. ഇതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ സംഘത്തെ ആര് വധിച്ചു? നാട്ടുകാർ വധിച്ചു. ഈ സംഭവം നടന്നത് 1721 അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്താണ്? ആറ്റിങ്ങൽ കലാപം എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ കിട്ടും. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപത്തിൽ 150ഓളം ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. നമ്മുടെ ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ഏത് കലാപം? ആറ്റിങ്ങൽ കലാപം.
ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ആദിത്യവർമ്മയാണ് വേണാടിലെ ഭരണാധികാരി. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി എന്ന് പറയുന്നത്. മൈസൂറിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി നിലവിൽ വന്നത് അല്ലെങ്കിൽ ഒപ്പിട്ടത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ ഈ ഉടമ്പടി പ്രകാരം 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ആർക്കാ ലഭിച്ചത്? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സന്ധി ഏത് എന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണം സന്ധിയാണ്. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കുവാൻ നിർബന്ധിതമായതും ഈ 1792 അപ്പോൾ 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. അതുപോലെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി എന്നാണ് 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ തിരുവിതാംകൂർ അംഗീകരിച്ചത് 1795 ഉടമ്പടി പ്രകാരമാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. അപ്പോൾ അതിലൊന്നാമതായി നമ്മൾ പറയുന്നത് പഴശ്ശി കലാപങ്ങളാണ്. പഴശ്ശി കലാപങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശി രാജയാണ്. അപ്പോൾ അദ്ദേഹം ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് ചോദിച്ചാൽ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു ഈ പഴശ്ശി രാജ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചത് ആരാണ്? ആരൊക്കെയാണ് പഴശ്ശിയെ സഹായിച്ചത്? ചെമ്പൻ പോക്കർ, അതുപോലെ കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ ആരെ സഹായിച്ചത്? നമ്മുടെ പഴശ്ശി രാജയെ സഹായിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒളിപ്പോർ യുദ്ധം അതിൽ ആരൊക്കെ സഹായിച്ചു? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവർ ആരെ സഹായിച്ചു? നമ്മുടെ പഴശ്ശി രാജയെ സഹായിച്ചു. ഇനി പഴശ്ശി രാജ വധിക്കപ്പെട്ടത് എന്നാണ്? 1805 നവംബർ 30 പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടത്. ഇനി നമ്മൾ പറയുന്നത് വേലുത്തമ്പിയും പാലിയത്തച്ഛനുമാണ്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം ഏത് മുതൽ ഏതുവരെയാണ്? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. ഇനി രണ്ടാം പഴശ്ശി കലാപം നടന്നത് എന്നാണ്? 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. ഇനി നമ്മൾ വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും കുറിച്ചാണ് പറയുന്നത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരായാണ് ദിവാൻമാരായ ആരൊക്കെയാ? പാലിയത്തച്ഛനും അതുപോലെ വേലുത്തമ്പിയും പ്രതിഷേധത്തിനിറങ്ങിയത്. കൊച്ചിയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് പാലിയത്തച്ഛനാണ്. അപ്പോൾ കൊച്ചിയിലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് പാലിയത്തച്ഛനും തിരുവിതാംകൂറിലാണെങ്കിൽ ആരുമായിരുന്നു? വേലുത്തമ്പി ദളവയും ആയിരുന്നു.
ഇനി ബ്രിട്ടീഷുകാർക്കെതിരായി ആയുധമെടുത്ത് പോരാടാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരമാണ് ഏത്? 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരം. അപ്പോൾ കുണ്ടറ വിളംബരം നടന്നത് ഏത് വർഷമാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. അതിലെന്താണ് അദ്ദേഹം പറഞ്ഞത്? ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഏത് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്? അന്ന് അവിടുത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റായ കേണൽ മെക്കാളയുടെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം എന്ത് ചെയ്തത്? ആക്രമിച്ചത്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പം മണ്ണടി ക്ഷേത്രത്തിലാണ് ആര് ആത്മഹത്യ ചെയ്തത്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? അത് കണ്ണമ്മൂല, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? വേലുത്തമ്പിയുടെ ശരീരം കെട്ടിത്തൂക്കിയത്. ഇനി പാലിയത്തച്ഛനെ നാടുകടത്തി ബ്രിട്ടീഷുകാർ. എവിടോട്ടാണ് നാടുകടത്തിയത്? മദ്രാസിലേക്കാണ് പാലിയത്തച്ഛനെ നാടുകടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അതുപോലെ തന്നെ അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയത് ആരായിരുന്നു? നമ്മുടെ ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് എന്ത്? നമ്മുടെ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അതുപോലെ തന്നെ അളവ് തൂക്ക സമ്പ്രദായവും. ഇനി കേരളത്തിലെ അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നിരവധി സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ കയറ്റുമതി ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് എന്നിവയാണ് ഇവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇനി ഇറക്കുമതി ചെയ്തത് എന്തൊക്കെയാണ്? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇനി റെയിൽപാതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെയിൽപാത, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഏതു മുതൽ ഏത് വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ഏത് വർഷമാണ്? 1861 ഈ റെയിൽപാത നിർമ്മിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നമ്മൾ പറഞ്ഞു ബേപ്പൂർ മുതൽ തിരൂർ വരെയാണെന്നും പറഞ്ഞു. മലബാറിലും അതുപോലെ കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവർക്ക് അനുകൂലമാക്കി ഭേദഗതി ചെയ്തു. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. അങ്ങനെ വ്യാപാരത്തിനായി അവരെന്ത് ചെയ്തു? ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിരവധി റോഡുകളും പാലങ്ങളും റെയിൽപാളകളും പണിതു. അതുപോലെ ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇനി ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷ് അതായത് മലബാറിലെ കൃഷിക്കാർ, ജന്മിമാർ, നാടുവാഴികൾ എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് നടത്തിയത്? നമ്മുടെ മലബാറിലെ കൃഷിക്കാരും അതുപോലെ തന്നെ ആരൊക്കെയാണ്? ജന്മിമാർ, നാടുവാഴികൾ. ഇവർ ആർക്കെതിരെ നടത്തിയ കലാപം? ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ എന്ന്
അറിയപ്പെടുന്നത്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. അപ്പം മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? അതിനുവേണ്ടി നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. അപ്പോൾ 1929 നമ്മുടെ മലബാർ കുടിയായ്മ നിയമം എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത്. ഇനി മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ആരാണ്? അത് ഈ ലോഗൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്തത്? മലബാർ കുടിയായ്മ നിയമം 1929 നടപ്പിലാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ മലബാർ കലാപം എന്ന് പറയുന്നത്. മലബാർ കലാപം ആരംഭിച്ചതെന്നാണ് 1921 മലബാർ കലാപം ആരംഭിക്കുന്നത്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടതാരാണ്? ആലി മുസലിയാരെയാണ് എന്ത് ചെയ്തത്? ഭരണാധിപനായി നിയമിച്ചത്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയതാണ് TL സ്ട്രെയിഞ്ച് കമ്മീഷൻ. TL സ്ട്രെയിഞ്ച് കമ്മീഷനാണ് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. സ്ട്രെയിഞ്ച് കമ്മീഷൻ. അപ്പോൾ TL സ്ട്രെയിഞ്ച് കമ്മീഷനാണ് എന്ത് ചെയ്തത്? സ്ട്രെയിഞ്ച് കമ്മീഷനാണ് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. ഇനി മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാണ്? അതാണ് ലോഗൻ കമ്മീഷൻ. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. ഇനി പണ്ടാരം വക ഭൂമി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സർക്കാർ ഭൂമിയെ ആണ് പണ്ടാരം വക ഭൂമി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പണ്ടാരം വക ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ വക ഭൂമിയാണ് പണ്ടാരം വക ഭൂമി എന്ന് പറയുന്നത്. പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം അറിയപ്പെടുന്ന പേരെന്താണ്? അതിനെയാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടാരം വക ഭൂമിയിലെ അല്ലെങ്കിൽ സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഈ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്ന വർഷം 1865. തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥ അവകാശം നൽകിക്കൊണ്ട് 1896 പാസ്സാക്കിയ നിയമമാണ് ജന്മികുടിയാൻ നിയമം. അപ്പോൾ ജന്മികുടിയാൻ നിയമം പാസ്സാക്കിയത് തിരുവിതാംകൂറിൽ കുടിയാൻ നിയമം നിലവിൽ വന്നതെന്നാണ്? 1896 തിരുവിതാംകൂറിൽ ജന്മികുടിയാൻ നിയമം പാസ്സാക്കുന്നത്. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914 അപ്പോൾ തിരുവിതാംകൂറിൽ 1896, കൊച്ചിയിലാണെങ്കിൽ എന്നാണ്? 1914 എന്ത് നിലവിൽ വരുന്നത്? കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത സാധനങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ്? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്, ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് തിരുവിതാംകൂറിലെ ജന്മികുടിയായ്മ അതായത് കുടിയായ്മ നിയമം 1896 കുടിയായ്മ നിയമം വന്നത് 1896. ഇനി തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം വന്നതാണ് 1865. കൊച്ചിയിലാണെങ്കിൽ എന്നാണ്? 1914 കുടിയായ്മ നിയമം. മലബാർ കുടിയായ്മ നിയമം 1929. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നിലവിൽ വന്നത് 1865. കൊച്ചിയിൽ വന്നത് കുടിയായ്മ നിയമമാണ്, അത് 1914. മലബാർ കുടിയായ്മ നിയമം 1929 നിലവിൽ വരുന്നത്. ഇനി കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? കനോലി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ കനോലി പ്ലോട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ കനോലി പ്ലോട്ട് എന്ന് നോക്കാം. വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്ക് മരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്ക് മരങ്ങൾ വച്ചു പിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കൊനോലി എന്ത് ചെയ്തു? തേക്ക് വച്ച് പിടിപ്പിച്ചു. ഇതിന് പിന്നീട് എന്തെന്ന് പേര് വന്നു? കൊനോലി പ്ലോട്ട് എന്ന് പേര് വന്നു. അപ്പോൾ 500 ഏക്കറോളം കൊനോലി വെച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം പിന്നീട് അറിയപ്പെട്ടത് എന്താണ്? കൊനോലി പ്ലോട്ട് എന്നാണ് അറിയപ്പെട്ടത്. അതുപോലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തോട്ടമേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പ്രധാന വ്യവസായങ്ങളാണ് കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതാണ് പ്രധാനപ്പെട്ട തോട്ടവിളകളായിട്ട് തേയില, കാപ്പി, റബ്ബർ എന്നിവ എന്ത് ചെയ്തു? തോട്ടവിളകളായി ഉയർന്നു വന്നു. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായം എവിടെയാണ്? ആലപ്പുഴയിലായിരുന്നു കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി 1859 കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അപ്പോൾ 1859 കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി നിലവിൽ വരുന്നത്. എവിടെയാണ്? അതും ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ആലപ്പുഴയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്? ആലപ്പുഴയിലാണ്, 1859. അതുപോലെ തന്നെ കശുവണ്ടി ഫാക്ടറികൾ വളർന്നു വന്നത് കൊല്ലം കേന്ദ്രമായിട്ടാണ്. അപ്പോൾ കശുവണ്ടി ഫാക്ടറി ചോദിച്ചാൽ അതിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. അതുപോലെ ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തൃശ്ശൂർ ജില്ലയിലാണ്. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നിവിടങ്ങളിൽ ഓട്ട് കമ്പനികൾ രൂപം കൊണ്ടു. അപ്പോൾ ഓട്ട് കമ്പനികൾ നിലവിൽ വന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഓട്ട് കമ്പനികൾ ചോദിച്ചാൽ ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നീ സ്ഥലങ്ങളിലാണ് ഓട്ട് കമ്പനികൾ നിലവിൽ വരുന്നത്. ഇനി കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടുമാണ്. കൈത്തറി നിർമ്മാണശാലകൾ നിലവിൽ വരുന്നത് കൈത്തറി കണ്ണൂരും കോഴിക്കോടും. ബീഡി വ്യവസായം നിലവിൽ വരുന്നത് എവിടെയൊക്കെയാണ്? കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്ന വ്യവസായമാണ് ബീഡി വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ എന്ത് ചെയ്തു? സ്ഥാപിക്കപ്പെട്ടു. ഇനി ആധുനിക വ്യവസായങ്ങളുടെ ഉദയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്തത്? സ്ഥാപിക്കപ്പെട്ടത്. ഇവയിൽ ഭൂരിഭാഗവും സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു ആധുനിക വ്യവസായം 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വന്ന ചില വ്യവസായങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഏതൊക്കെയാണ്? ഈ പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അപ്പോൾ പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിച്ചത് 1940-ലാണ്. ഇത് ആധുനിക വ്യവസായത്തെ ത്വരിതപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അക്കാലത്ത് സ്ഥാപിച്ച മറ്റ് വ്യവസായങ്ങൾ നമ്മളിവിടെ പറയുന്നു. ഒന്നാമത്തേത് ഏതാണ്? പുനലൂർ പേപ്പർ മില്ല് സ്ഥാപിതമായത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി കളമശ്ശേരിയിലെ ഫാക്ട് എവിടെയാ? എറണാകുളത്താണ് ഫാക്ട് സ്ഥാപിതമായത്.
എറണാകുളമാണ്. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ സിറാമിക്സ് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിൽ. റബ്ബർ വർക്ക്സ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് റബ്ബർ വർക്ക്സ് നിലവിൽ വന്നത്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ് നിലവിൽ വരുന്നത്. അളഗപ്പ തുണിമില്ലും എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ പുനലൂർ പേപ്പർ മില്ല് കൊല്ലം, കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം ജില്ല, കുണ്ടറ സെറാമിക്സ് കൊല്ലം ജില്ലയിലാണ്. റബ്ബർ വർക്ക്സ് തുടങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ്. അളഗപ്പ തുണിമിൽ എവിടെയാണ് സ്ഥാപിതമായത്? അതും കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ആണ് ഏത്? നെടുങ്ങാടി ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട ബാങ്ക് ഏതാണ്? അത് സ്വകാര്യ ബാങ്കായിരുന്നു. അത് നെടുങ്ങാടി ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. തുടർന്ന് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യകാല ബാങ്കുകൾ ഏതൊക്കെയാണ്? ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയും ആദ്യകാലത്ത് കേരളത്തിൽ വന്ന ബാങ്കുകളാണ്. ഏതൊക്കെയാണ്? ഇമ്പീരിയൽ ബാങ്ക് ഉണ്ട്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, അതുപോലെ ചാർട്ടേഡ് ബാങ്ക്. ഇവ മൂന്നും ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലവിൽ വന്ന ബാങ്കുകളാണ്. ഇനി നമ്മൾ സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനത്തെക്കുറിച്ചാണ് പറയുന്നത്. സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് നമ്മുടെ യൂറോപ്യന്മാരുടെ വരവോട് കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് ആരുടെ വരവോടെയാണ്? യൂറോപ്യന്മാരുടെ വരവോടെയാണ്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. അപ്പോൾ ജസ്യൂട്ട് മിഷണറിമാർ എന്ത് ചെയ്തു? മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത്, മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. അപ്പോൾ ആദ്യ വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസും ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയുമാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥമാണ്. അപ്പോൾ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മിഷനറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി ആണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. അപ്പോൾ ബെഞ്ചമിൻ ബെയ്ലി എന്താണ്? ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തയ്യാറാക്കിയതാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഇനി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യ പത്രങ്ങളാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസമാചാരവും പശ്ചിമോദയവുമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നാണ് ഈ രാജ്യസമാചാരവും അതുപോലെ പശ്ചിമോദയവും എന്ത് ചെയ്യുന്നത്? ഇറക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് 1847 ഏത് അടിച്ചിറക്കുന്നത്? രാജ്യസമാചാരം അതുപോലെ പശ്ചിമോദയം എന്നീ പ്രസിദ്ധീകരണങ്ങൾ അടിച്ചിറക്കുന്നത്. അതുപോലെ ഇനി മിഷനറി സംഘങ്ങളും അവരുടെ പ്രവർത്തന മേഖലകളും ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത് ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS അല്ലെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി സ്ഥാപിതമാകുന്നത് തിരുവിതാംകൂറിലാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ. അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി സ്ഥാപിതമാകുന്നത് കൊച്ചിയിലും തിരുവിതാംകൂറിലുമാണ്. ചർച്ച് മിഷൻ വരുമ്പോൾ കൊച്ചിയിലുമുണ്ട്, ചർച്ച് കൊച്ചി തിരുവിതാംകൂറിലുമുണ്ട് ചർച്ച് മിഷൻ സൊസൈറ്റി. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാണ്? BEM മലബാറിലാണ്. ബാസൽ ഇവാഞ്ചലിക് മിഷൻ എന്ന് പറയുമ്പോൾ അത് മലബാറിലാണ്. ബാസൽ ബാർ. അപ്പോൾ ബാസൽ ഇവാഞ്ചലിക് മിഷൻ മലബാർ, ചർച്ച് മിഷൻ സൊസൈറ്റി CMS കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ. ലണ്ടൻ മിഷൻ സൊസൈറ്റി സ്ഥാപിതമായത് എവിടെയാണ്? അത് തിരുവിതാംകൂറിലാണ്.
1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അതാണ് നമ്മുടെ ഗൗരി പാർവതിഭായ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൗരി പാർവതിഭായിയാണ് എന്ത് ചെയ്തത്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. വസൂരി തടയാനുള്ള കുത്തിവയ്പ് കേരളത്തിൽ ആദ്യമായി നടത്തിയത് എവിടെയാണ്? അത് മലബാറിലാണ്. അപ്പോൾ വസൂരി തടയുന്നതിനുള്ള കുത്തിവയ്പ് ആദ്യമായി തയ്യാറാക്കിയത് കേരളത്തിൽ എവിടെയാണ്? നമ്മുടെ മലബാറിലാണ്. മാതാവ് വഴിയുള്ള പിന്തുടർച്ച അവകാശം അറിയപ്പെടുന്നത് എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ? മരുമക്കത്തായം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മാതാവ് വഴിയുള്ള പിന്തുടർച്ച അവകാശം എന്താണ്? മരുമക്കത്തായമാണ്. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കുന്നതിന് കാരണമായ സമ്പ്രദായമാണ് ഏത്? മക്കത്തായ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ തറവാട്ടിലെ എല്ലാവർക്കും എന്ത് ചെയ്ത? മക്കത്തായ സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിന് മേൽ അവകാശം ലഭിച്ചു. ആ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് മക്കത്തായ സമ്പ്രദായം. ഇനി കേരളം ഒരു ഭ്രാന്താലയം. നമുക്കറിയാം കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. 1897 അദ്ദേഹം മദിരാശിയിലേക്ക് വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം മലബാറിൽ കേരളം ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. അപ്പോൾ ഇത് സ്വാമി വിവേകാനന്ദൻ 1897 മദിരാശിയിൽ വന്നപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് പറഞ്ഞതാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ പോരാട്ടം നടത്തിയത് ആരായിരുന്നു? അതാണ് ചാന്നാർ സ്ത്രീകളാണ്. അപ്പോൾ ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം എവിടെയാണ് അവർ നടത്തിയത്? തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ ചാന്നാർ സ്ത്രീകൾ എന്ത് ചെയ്തത്? സമരം നടത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 1859. അപ്പോൾ 1859 എന്ത് ചെയ്തു? ജാക്കറ്റും അതുപോലെ എന്തും ധരിക്കാനുള്ള അവകാശം? മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ലഭിച്ചു. മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. അപ്പോൾ ഉത്രം തിരുനാളിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? സ്ത്രീകൾക്ക് 1859 ഉത്രം തിരുനാൾ എന്ത് ചെയ്തു? മാറുമറയ്ക്കുന്നതിനുള്ള അനുവാദം നൽകി. 1859. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? സമത്വ സമാജം. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടേതാണ് ഏത്? സമത്വ സമാജം എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു? കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. അപ്പോൾ കൂട്ടുകുടുംബം, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയത് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ത് ചെയ്തു? അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ചാവറയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദനോ ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് ഏതാണ്? യോഗക്ഷേമ സഭ. കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ. ഇവയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തകരും സാമൂഹിക പ്രസ്ഥാനങ്ങളും എന്ന് പറയുന്നത്. ഇനി
ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമെന്നാണ് 1888 എന്ത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദം മതദ്വേഷം ആരുമില്ലാതെ ഏതുമില്ലാതെ ഇവിടെ തന്നിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്തെ ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് 1888. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വിദ്യാലയങ്ങളും അതുപോലെ വായനാശാലകളും സ്ഥാപിച്ചു. ഏതിന് പ്രാധാന്യം നൽകിക്കൊണ്ട്? വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഈ പ്രഖ്യാപനം ആലുവയിലെ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ ആര് പറഞ്ഞതാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അപ്പോൾ ആലുവ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായി. ഇനി ദൈവദശകവും ആത്മോപദേശ ശതകവും. ഈ ദൈവദശകവും ആത്മോപദേശ ശതകവും ആരുടെ കൃതികളാണ്? ഇത് രണ്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ദൈവദശകവും ആത്മോപദേശ ശതകവും. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരു എഴുതിയ വരികളാണ്. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഇത് ആത്മോപദേശ ശതകത്തിലെ ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അത് രണ്ടും ഇത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ ചോദിക്കാം, കൊട്ടേഷനായിട്ട് തന്നിട്ട് ചോദിക്കാം. ഇനി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അതുപോലെ സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാ? അതും നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധനം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? അതാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹമാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? TK മാധവനാണ്. അപ്പോൾ TK മാധവൻ്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയതാരാ? അത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ത് നടത്തി? സവർണ ജാഥ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹം ഏതാണ്? അതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹമാണ് ഏത് സത്യാഗ്രഹം? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? K കേളപ്പനാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? അത് AK ഗോപാലനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിച്ചാൽ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മർദ്ദനത്തിനിരയായ നേതാവാണ് P കൃഷ്ണപിള്ള. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മർദ്ദനമേറ്റതാർക്കെന്ന് ചോദിച്ചാൽ അത് P കൃഷ്ണപിള്ളയ്ക്കാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 അപ്പോൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്ന് ചോദിച്ചാൽ 1936 നവംബർ 12 തുടർന്ന് മദിരാശിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുകയുണ്ടായി. മദിരാശി ക്ഷേത്രപ്രവേശനം
മലബാറിലെ ആരാധന സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് നടത്തിയ വിളംബരമാണ് മലബാർ അല്ലെങ്കിൽ മദിരാശി ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അതുപോലെ മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലും എന്ത് ചെയ്തു, ആളുകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ട്. അപ്പോൾ കൊച്ചിയിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കാനായി നടത്തിയ വിളംബരം കൊച്ചി രാജാവിൻ്റെ വിളംബരം, മലബാറിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കാനിടയാക്കിയ വിളംബരം മദിരാശി ക്ഷേത്ര പ്രവേശന വിളംബരം, തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12-നുമാണ്. ഇനി ഡോക്ടർ പൽപ്പു ഏതാണ്? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് നമ്മുടെ ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗി എന്താണ്? ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാണ്? അത് ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിക്കുന്നത്. ആനന്ദ തീർത്ഥനോ ജാതിനാശിനി സഭ ആരുടേതാ? ആനന്ദ തീർത്ഥൻ്റേതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതെന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. ഇനിയുള്ളത് എന്താണ്? ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത് ദേശീയ പ്രസ്ഥാനമാണ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതും ഒരു വളരെ വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ്, ഇത്രയും തന്നെ നമുക്ക് അടുത്തതിൻ്റെ ബാക്കി പാർട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും നമുക്ക് നിർത്താം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, അതാണ് നമുക്ക് പ്രചോദനമെന്ന് പറയുന്നത്. കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും കമൻറ്റുകൾ ഇടുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.